അതെ, അപ്പോൾ നിരാകരിച്ചതിനെ കുറിച്ച് പറയുന്നുള്ളൂ. എനിക്ക് എഴുതാൻ വയ്യാന്ന് പറഞ്ഞാണ്. അപ്പോൾ എനിക്ക് എഴുതാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് എഴുതിച്ചിട്ട് ശേഷം ആ പാട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇൻസൾട്ടല്ലേ? അല്ല, ശ്രീകുമാരൻ തമ്പിയേക്കാൾ മികച്ച ഗാന്ധിതാവ് ഹരിദാനാണെന്ന് സാഹിത്യ അക്കാദമി സ്ഥാപിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹരിദാനയുടെ പാടെടുത്തെങ്കിൽ ശ്രീകുമാരൻ തമ്പിയേക്കാൾ മികച്ച ഗാന്ധിതാവ് ഹരിനാരായണനാണെന്ന് കേരള സച്ചിദാനന്ദൻ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ശ്രീകുമാരൻ തമ്പിയെ ഇൻസൾട്ട് ചെയ്യുന്നു. ഇതിനേക്കാൾ ഇൻസൾട്ട് എന്താണ്? അങ്ങനെ അവരെന്തിനും എൻ്റെ അടുത്ത് എഴുതാൻ പറഞ്ഞു? അവർ നേരത്തെ ഇരിക്കാൻ വരുന്നില്ലേ? നേരത്തെ തന്നെ കേരളത്തിലെ എല്ലാ കവികളിൽ നിന്നും പാട്ടുകൾ ഇൻവൈറ്റ് ചെയ്തിട്ട് അവർ പാട്ട് സ്വീകരിച്ചാൽ പറയും. എന്തിനും എന്നോട് പാട്ടുകൾ പറഞ്ഞു? മന്ത്രിക്ക് അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഒരു കുറ്റം ഏറ്റെടുക്കാറില്ല. അദ്ദേഹം എപ്പോഴും അങ്ങനെ പറയുള്ളൂ. ഇപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെയാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് അപ്പോൾ ഞാനൊരു പാട്ട് എഴുതി കൊടുക്കുന്നു, എന്നെ കൊണ്ട് പാട്ട് എഴുതിക്കുന്നു. എനിക്ക് വയ്യാന്ന് പറയുന്ന സമയത്ത് എനിക്ക് വേണ്ട, നിങ്ങൾ മറ്റാരെ കൊണ്ട് എഴുതിക്കുമെന്ന് ഞാൻ പറയുന്നു. അബൂബക്കർ പറയുന്നു, താങ്കളല്ലാതെ മറ്റാര് എന്ന് അബൂബക്കർ ചോദിച്ചുകൊണ്ടാണ് ഞാൻ എഴുതാൻ തയ്യാറായത്. അപ്പോൾ താങ്കളല്ലാതെ മറ്റാരും ചോദിച്ച ആൾ എൻ്റെ പാട്ട് കിട്ടിയതിന് ശേഷം അവർ ചെയർമാനും അവർ കറക്ഷൻ ആവശ്യപ്പെട്ട് കറക്ഷൻ ചെയ്ത് അയച്ചത് ശേഷം നന്ദി എന്ന് മാത്രം എനിക്ക് സച്ചിദാനന്ദ മറുപടി അയക്കുന്നു. അതൊക്കെ എൻ്റെ ലാപ്ടോപ്പിൽ കിടന്നുണ്ട്. അപ്പോൾ അത് നന്ദി എന്ന് മാത്രം മറുപടി അയക്കുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സ്വീകരിച്ചു എന്നല്ലേ മനസ്സിലാക്കുക. അതിനുശേഷമാണ് അവർ പരസ്യം കൊടുക്കുന്നത്, കേരളഗാനം ക്ഷണിക്കുന്നു കവികളിൽ നിന്ന്. അങ്ങനെ കേരളഗാനം കവികളുടെ ക്ഷണിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഹരിദാനെ കൊണ്ട് എഴുതിക്കുന്നു. അപ്പോൾ മനഃപൂർവ്വം, കാരണം സച്ചിദാനന്ദൻ ഞാനും തമ്മിൽ ചെറിയ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതിന് സച്ചിദാനന്ദൻ നടത്തിയ പ്രതികാരമാണിത്. എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്, ക്ലീശയാണെന്ന്. അത് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അത് ആയിക്കോട്ടെ. അതായത് ശ്രീകുമാരൻ തമ്പി എഴുതിയത് ക്ലീശയാണെന്ന് പറയാൻ വേണ്ടി ഒരു അവസരം അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു. അതല്ല ഇൻസൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെ എന്നോട് ഇതിൽ എഴുതാൻ പറഞ്ഞു, എന്നോട് എഴുതാൻ എന്തിനു പറഞ്ഞു? നിങ്ങളിപ്പോൾ കേട്ടോ, ഇപ്പോൾ ഞാൻ എഴുതിയ വരികൾ ക്ലീശയാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്ന ആൾക്കാരുണ്ട്, ജനങ്ങളുണ്ട്. മലയാളത്തിൽ അങ്ങ് എഴുതിയിട്ടുള്ള എല്ലാ ഗാനങ്ങളും മലയാളികൾ ഹൃദയപൂർവ്വം സ്വീകരിച്ചിട്ടുള്ള ഗാനമാണ്. തീർച്ചയായിട്ടും കൊടുത്ത കേരള ഗാനവും അതിഗംഭീരമാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഒരു വിഭാഗം അതിന് കാണുന്നതുമുണ്ട്. അങ്ങ് ആ പ്രേക്ഷകർക്ക് മുമ്പിൽ അങ്ങ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞത്, അങ്ങ് അത് യൂട്യൂബിലിടും, അങ്ങയുടെ സ്വന്തം ചെലവിൽ തന്നെ അത് നിർമ്മിച്ച് യൂട്യൂബിലിടും. അത് കേരള ജനത ഏറ്റെടുക്കുമെന്ന് ആത്മവിശ്വാസം അങ്ങ് പ്രകടിപ്പിച്ചു. പാട്ട് മലയാളികൾക്ക് വേണ്ടി ഒന്ന് പാടാൻ സാധിക്കുമോ എനിക്കിപ്പോ? അല്ല, കുറച്ച് അദ്ദേഹത്തിന് അത് അവസരം നോക്കിയിരുന്ന അദ്ദേഹം എന്നെ ഇൻസൾട്ട് ചെയ്തതാണ്. കാരണം അത് ബോധപൂർവമാണ്. അവർ സൃഷ്ടിച്ച ട്രാപ്പിൽ ഞാൻ വീണു. അതെൻ്റെ നന്മയാണ്, എൻ്റെ നന്മ കൊണ്ടാണ് വീണത്. തിന്മയാണെങ്കിൽ ഒരിക്കലും വീഴില്ല. അപ്പോൾ എൻ്റെ നന്മ കൊണ്ട് ഞാൻ വീണു. അപ്പോൾ എൻ്റെ പാട്ട്, എൻ്റെ വരികൾ ക്ലീശയാണ് എന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ തീരുമാനിക്കും. ഈ പാട്ട് ഞാൻ ഈ ഹരിതഭംഗി കവിത ചൊല്ലും എൻ്റെ കേരളം, സഖ്യഗിരിൻ ലാളിനെ വിരസം കേരളം, ഇളനീരിൻ മധുരമൂറും എൻ മലയാളം, വിവിധ ഭാവധാരകൾ തൻ ഹൃദയ സംഗമം. ഇപ്പോൾ സച്ചിദാനന്ദനെ പോലെ ഒരു പൂവെന്നോ ആകാശമെന്നോ നിലാവെന്നോ പറഞ്ഞ ക്ലീശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സച്ചിദാനന്ദൻ എഴുതുന്ന ഈ എന്താ റോട്ടൻ ലൈൻസ്, ഡ്രൈ ലൈൻസാണ് കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഒന്നും കൂടെ സാഹിത്യ അക്കാദമി ഇതേവരെ എനിക്കൊരു പുരസ്കാരവും തന്നിട്ടില്ല. എൻ്റെ തുടർന്ന് പറച്ചിലാണ്, ഞാൻ ഫ്രാങ്കായി പറയും. ഈ കേരളത്തിലെ പല സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും ഒക്കെ സർക്കാരിനെ സഹായിക്കുന്ന തരത്തിലുള്ള എഴുത്തുണ്ട്. പക്ഷെ അങ്ങ് സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാത്ത ആളാണ്, എഴുത്തുകാരനാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമോ സാഹിത്യ അക്കാദമി അതിന് നേതൃത്വം നൽകുന്നവരും ഇത്തരത്തിൽ ബോധപൂർവമായിട്ടുള്ള ഒരു നീക്കം അങ്ങക്കെതിരെ നടത്തിയത്? തീർച്ചയായിട്ടും ഇത് ബോധപൂർവ നീക്കം തന്നെയാണ് ഇത്. പക്ഷേ ഇത് ഞാൻ വെറുതെ ഇപ്പം മന്ത്രിസഭയോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് നേതാക്കളെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് സച്ചിദാനന്ദനും അബൂബക്കറും ചെയ്ത ഒരു പ്ലാനാണ്, ഇവനെ നമുക്കൊന്ന് വെക്കണം, ഇവനെ ഒന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്ത ഒരു പണി. ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റും, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അല്ലെങ്കിൽ മറ്റാരുണ്ട് എഴുതാനെന്ന് ചോദിച്ച അബൂബക്കർ തന്നെ പിന്നീട് ഈ പാട്ട് അതേ പറഞ്ഞു. അവസാനത്തെ വരികൾ അതിഗംഭീരമാണ് അബൂബക്കർ എന്നോട് പറഞ്ഞത്. അവസാനത്തെ വരികൾ വളരെ അതിഗംഭീരമാണ്, തുടക്കം മാത്രം ഒന്ന് മാറ്റിയാൽ മതി. തുടക്കം മാത്രം മാറ്റിക്കൊടുത്തു. അപ്പോൾ ഇളനീരിൻ മധുരം എന്ന് പറയുന്ന കൃഷിയാണെന്നുണ്ടെങ്കിൽ സച്ചിദാനന്ദൻ മലയാളിയല്ല.